സ്നേഹമുള്ളവരെ, ഇടവക തിരുനാൾ ഭംഗിയാക്കുന്നതിനും യേശുവിൻ്റെ സ്നേഹവും കാരുണ്യം ആ തിരുനാളിനെ കടന്നു വരുന്നവർക്ക് അനുഭവിക്കുന്നതിനും പള്ളിയുടെ മുൻഭാഗത്ത് മനോഹരമായ ഒരു ചിത്രം പ്രതിഷ്ഠിക്കാൻ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചു. ചിത്രം തിരഞ്ഞെടുത്തു. അതിനു ചുറ്റും നിരവധി കണ്ണാടികൾ വെച്ചു. ആ ചിത്രത്തെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് കണ്ണാടികൾ വെച്ചത്. പള്ളിയുടെ മുൻഭാഗത്ത് അത് വെക്കുകയും ചെയ്തു. തിരുനാൾ ദിനത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ആ തിരുനാളിനെ കടന്നു വന്നവരെല്ലാം ആ രൂപത്തിൻ്റെ അരികിൽ വന്നു. ആ കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖം ഭംഗിയുണ്ടോ എന്ന് നോക്കി വസ്ത്രമൊക്കെ നേരെയാക്കി തിരിഞ്ഞുപോയി. ആരും ആ രൂപത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചില്ല. കാതലായ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്തിനു വേണ്ടി വെച്ചു, എന്താണ് ഉദ്ദേശം എന്ന് ആർക്കും മനസ്സിലായില്ല. ഈ നോമ്പിൽ ഇതുതന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കരുത്. നോമ്പെടുക്കുന്നു, ആ നോമ്പെടുക്കുന്നത് ആരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിന്റെ ഭാരം കുറയ്ക്കാൻ മാത്രമായി മാറരുത്. യേശുവിനെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കുന്നു, എന്നാൽ കാതലായ കാര്യം പഠിക്കാതെ പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് ലഭിക്കുന്നില്ല. ഇതുപോലെ തന്നെ കാതലായ കാര്യം മനസ്സിലാകാതെ ചെയ്യുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.